സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിനും ഒരു ലൈഫുണ്ട് സാധാരണ. ഇതിപ്പോൾ 126 കൊല്ലം വെച്ച പഴക്കമുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ മുഴുവൻ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ബദലായിട്ട് എന്താ ചെയ്യുന്നത്, ഒരു പുതുതായിട്ടൊരു ഡാം പണിയാന്നാണ്. ഈ ഇത്ര പഴക്കമുള്ള ഡാമത്തിൻ്റെ അടുത്ത് ഒരു 1000 അടിയോ അല്ലെങ്കിൽ ഒരു 400 മീറ്ററോ മറ്റോ അകത്ത് ഒരു ഡാം പണിയണമെങ്കിൽ അത് അസാധ്യമായ ജോലിയാണ്. എല്ലാ പക്ഷേ അത് മോസ്റ്റ് ഡേഞ്ചറസ്. ആ പണി സമയത്ത് തന്നെ നമ്മുടെ ഡാം കേടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു പുതിയ ഡാം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനല്ല. അത് നല്ലതല്ല, ഡാമിന് നല്ലതല്ല, ഇവിടെ അതിന് താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ലതല്ല. തമിഴ്നാട്ടിൻ്റെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ പറ്റണം. കേരളത്തിൽ പിന്നെ അതിനെപ്പറ്റി ഒരു ഭീതി ഉണ്ടാവാൻ പാടില്ല. അതിനെപ്പറ്റിയുള്ള ഒരു വല്ല കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. 2014 ദർ ഇസ് എ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിലൊരു ഹൈ ലെവൽ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ ആ ഇൻടേക്ക് ലെവല് കുറച്ച് കുറയ്ക്കാൻ, ഒരു 40 അടിയോ മറ്റോ കുറച്ചിട്ട് അവിടെ ഒരു പുതിയ ടണൽ പണിതിട്ട് വെള്ളം എടുക്കാനുള്ള ഒരു സജഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു എൻജിനീയർ നിലയ്ക്ക് എനിക്ക് ആ സജഷൻ വളരെ പ്രാക്ടിക്കലായി തോന്നി. അതിന് വലിയ ചിലവും വരില്ല, അത് വേഗത്തിൽ ചെയ്യുകയും ചെയ്യാം. എന്ന് മാത്രമല്ല, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി വെള്ളം സംഭരിക്കാൻ വേണ്ടി പല പദ്ധതികൾക്കുണ്ട് അവർക്ക്. അതുകൊണ്ട് ഈ 40 അടി താഴത്ത് ഒരു ടണൽ പണിതാലും ശരി, അതിന് മീതുള്ള വെള്ളം വരുമ്പോൾ അവരത് എടുത്തു കൊണ്ടുപോയിട്ട് അതിൽ സംഭരിച്ച് വെക്കാം. തമിഴ്നാട്ടിന് ടോട്ടൽ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല. ആ പദ്ധതി വളരെ നല്ലതായി എനിക്ക് തോന്നുന്നു. ആൻഡ് പ്രാക്ടിക്കലാണ്, വേഗത ചെയ്യാൻ പറ്റും, ചിലവും ഏറ്റവും കുറഞ്ഞാണത്. പണ്ട് കാലത്തെ മാതിരിയല്ല നമ്മൾ ടണൽ പണിയപ്പോൾ വലിയ യന്ത്രം വെച്ചാണ് ചെയ്യുക. ആ ചെയ്യുമ്പോൾ ഓൺസ്ട്രീമിൽ തുടങ്ങിയിട്ട് ഓഫ് സ്ട്രീമിൽ ഒരു സ്റ്റേജ് വരെ കൊണ്ടുവരിക, മനസ്സിലായോ? ആ സ്റ്റേജിൽ പിന്നെ ഒടുവിൽ അത് ബ്ലാസ്റ്റ് ചെയ്ത് മാറ്റി തുറക്കേ വേണ്ടു. പ്രാക്ടിക്കൽ എൻജിനീയറിംഗ് സൊല്യൂഷനാണത്. അതിന് വിഷമമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻ പ്രിൻസിപ്പിൾ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് സൊല്യൂഷൻ. എൻ്റെ പക്ഷത്തിൽ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് സൊല്യൂഷൻ. അത് ഹൈക്കോടതി തന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച സ്ഥിതിക്ക് അത് നമ്മൾ പരിശോധിക്കാഞ്ഞാൽ നമ്മൾ ഫൂൾസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുതിയ ഡാം ഉണ്ടാക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയ സംഗതിയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ എടുക്കണം. ആ ഫൗണ്ടേഷൻ എടുക്കാൻ തന്നെ സമയത്ത് എടുക്കും. പിന്നെ പുതിയൊരു ഡാം ഉണ്ടാക്കാൻ അതിൻ്റെ നീളം കൂട്ടണം, ആഴം കൂട്ടണം, ഉയരം കൂട്ടണം. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ഡാമിൻ്റെ പണി കഴിഞ്ഞാൽ ഒരു 8-10 കൊല്ലം എടുക്കും ചുരുങ്ങിയത്. ഒരു ടണലാണെങ്കിൽ അതിൽ ഒരു അപായം പെട്ടിട്ടില്ല, ഒരു ഡേഞ്ചറോ ഇല്ല, ഇപ്പോഴുള്ള സ്ട്രക്ചേഴ്സിനെ ഒന്നും അത് ബാധിക്കാൻ പോകില്ല. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് അതിനുള്ള മെഷീൻ ഓർഡർ ചെയ്യാനേ സമയമെടുക്കുള്ളൂ. അത് എത്തിക്കഴിഞ്ഞാൽ ടണൽ പണി അതിന് മുമ്പ് അത് ഓപ്പൺ ചെയ്യേണ്ട, ടണലിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്യാനുള്ള ഏർപ്പാടുകൾ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ട് എഞ്ചിനീയേഴ്സിന് ഈസിയായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാം.